കേരളത്തിലെ പാവങ്ങൾക്ക് മരുന്ന് വാങ്ങാൻ പോലും ഒരു ഇടമില്ലാതെയാക്കി ആശുപത്രികളെയൊക്കെ ശവപ്പറമ്പാക്കി മുഖ്യമന്ത്രി പിണറായി വിജയൻ തൻ്റെ ആരോഗ്യ സംരക്ഷണത്തിൻ്റെ ഭാഗമായി US പുറപ്പെട്ടു. അങ്ങനെ ഇനി അമേരിക്കയിലാണ് ചികിത്സ. പുലർച്ചെയുള്ള വിമാനത്തിൽ ഭാര്യ കമലയ്ക്കും സഹായികൾക്കും ഒപ്പമായിരുന്നു യാത്ര. ചീഫ് സെക്രട്ടറി ജയതിലകും പോലീസ് മേധാവി, അതായത് കൂത്തുപറമ്പ് രക്തസാക്ഷികളെ വെടിവെക്കാൻ ഉത്തരവിട്ട റവാഡ ചന്ദ്രശേഖരും മുഖ്യമന്ത്രിയെ യാത്രയാക്കാൻ പുലർച്ചെ തന്നെ വിമാനത്താവളത്തിൽ എത്തിയിരുന്നു. പതിവ് പോലെ മുഖ്യമന്ത്രിക്ക് മാത്രമുള്ളൊരു പ്രത്യേകത പോലെ ഈ പോക്കും ദുബായ് വഴി തന്നെയായിരുന്നു. അതെല്ലാം അദ്ദേഹത്തിൻ്റെ ഇഷ്ടം. പക്ഷേ US പോകുന്നതിൻ്റെ ഭാഗമായി മുഖ്യമന്ത്രി ചുമതല ആർക്കും കൈമാറിയിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മരുമകനടക്കം ഒരാളെയും വിശ്വാസമില്ല എന്നാണ് ഇതിൽ നിന്നും തെളിയുന്നത്. ഏതായാലും US സംസ്ഥാന ഭരണം നിയന്ത്രിക്കുക മുഖ്യമന്ത്രി തന്നെയാകും. ആവശ്യമെങ്കിൽ മന്ത്രിസഭാ യോഗങ്ങളിൽ ഓൺലൈനായി പങ്കെടുക്കുകയും ചെയ്യും പിണറായി വിജയൻ. ഫയലുകളെല്ലാം ഈ ഓഫീസ് വഴി കൈകാര്യം ചെയ്യും. അങ്ങനെയുള്ളവരെയൊക്കെ കൂടെ കൂട്ടിയിട്ടുമുണ്ട്. അങ്ങനെ കേരളത്തിന് ഇനി 10 ദിവസം മുഖ്യമന്ത്രി ഇല്ല. മറ്റു മന്ത്രിമാരാണെങ്കിൽ ഒരു ചുക്കിനും ചുണ്ണാമ്പിനും കൊള്ളാത്തവരാണ്. പിണറായിയെ പേടിച്ച് ഒരു കാര്യവും ചെയ്യുകയുമില്ല, തീരുമാനമെടുക്കുകയുമില്ല. ആശുപത്രികളെല്ലാം തകർന്നു നിൽക്കുകയാണ്. ആരോഗ്യമേഖല നിശ്ചലാവസ്ഥയിലാണ് ഇപ്പോഴുള്ളത്. ഈ കാലാവർഷ സമയത്ത് മലയാളികൾ രോഗങ്ങളാൽ ബുദ്ധിമുട്ടുമ്പോൾ കേരളത്തിൽ ചികിത്സയില്ലാതെയാവുകയും അത് മനസ്സിൽ കണ്ടുകൊണ്ട് തന്നെ അമേരിക്കയിലേക്ക് ചികിത്സ പോവുകയും ചെയ്തിരിക്കുന്നു അങ്ങനെ മുഖ്യമന്ത്രി. നമുക്കറിയാം, വീട്ടമ്മ ആശുപത്രി തകർന്നു മരിച്ചത് ഒരു സംഭവമാണെങ്കിലും പിണറായിക്ക് ഏറ്റവും വലിയ തിരിച്ചടിയായത് ഡോക്ടർ ഹാരിസിൻ്റെ വെളിപ്പെടുത്തൽ തന്നെയായിരുന്നു. അതിൻ്റെ പശ്ചാത്തലത്തിൽ സംസ്ഥാനത്തെ ആരോഗ്യരംഗത്തെ പോരായ്മകൾ സംബന്ധിച്ച് വലിയ തോതിൽ ചർച്ചകൾ നടക്കുന്നതിനിടെയാണ് ഇപ്പോൾ മുഖ്യമന്ത്രി തുടർ ചികിത്സയ്ക്കായി അമേരിക്കയിലേക്ക് പോയിരിക്കുന്നത്. അതായത് ഏത് വകുപ്പുകളായാലും തീരുമാനമെടുക്കുന്നത് മുഖ്യമന്ത്രി തന്നെയാണ് എന്നിരിക്കെ അദ്ദേഹം ഇല്ലാത്ത 10 ദിവസം കേരളത്തിന് നാഥനില്ല കളരി തന്നെയാണ്. പിണറായി വിജയൻ എന്നൊരാൾ നാട് വിട്ടു പോകുമ്പോൾ അതെത്ര ദിവസമായാലും പകരം ആ ചുമതലയേൽപ്പിക്കാൻ പറ്റിയ ഒരാൾ CPM ഇല്ല എന്ന് പറഞ്ഞാൽ പിണറായിക്ക് ശേഷം CPM ഇല്ല എന്നുള്ളതാണ് സത്യം. അത്രയ്ക്കും ഏകാധിപതിയായി പാർട്ടിയെ അടക്കി പിടിച്ചിരിക്കുകയാണ് പിണറായി വിജയൻ. ഇതിനു മുൻപും ഇത് തന്നെയാണ് അദ്ദേഹം ചെയ്തത്. പണ്ടൊക്കെയാണെങ്കിൽ മുഖ്യമന്ത്രിക്ക് മുകളിൽ പാർട്ടിക്കൊരു കടിഞ്ഞാണുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ മുഖ്യനും കുടുംബവുമാണ് CPM എന്ന പാർട്ടി. അണികൾ അടിമകളായി മാറി. അതായത് തനിക്ക് ശേഷം പ്രളയം എന്ന ചിന്തയാണ് CPM നേതാവായിട്ടും പിണറായി വിജയനെ നയിക്കുന്നത്. ഇതെല്ലാം കേട്ട് തലകുനിക്കാൻ CPM അണികൾ ഉണ്ടെങ്കിലും കേരളം മൊത്തത്തിൽ അല്പം പ്രതിഷേധത്തിൽ തന്നെയാണ്.